ഒരു മഹലിൻ്റെ അടുത്ത് ആ നാടിൻ്റെ കടിഞ്ഞാണുണ്ടെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയൂല. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് വരനും വരൻ്റെ സുഹൃത്തുക്കളും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ മഹലിന് നിയന്ത്രിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു മഹല് ഇതിനൊക്കെ തടയിട്ട ഒരു ന്യൂസ് കാണാനായിട്ട് കഴിഞ്ഞു. ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടാ. കാരഞ്ചേരി പറമ്പ് മഹല്ല് ജമാഅത്താണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ മഹല്ലിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് മഹല്ല് സംഗമത്തിൽ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം. 1. വരൻ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് നിക്കാഹ് കഴിയുന്നതിൻ്റെ മുമ്പ് വധുവിൻ്റെ വീട്ടിൽ പോകാനോ കാണാനോ ഫോൺ ചെയ്യാനോ ഫോട്ടോഷൂട്ട് നടത്താനോ പാടില്ല എന്ന്. എത്ര സുന്ദരമായിട്ടുള്ള ഒരു നിയമം. ഒന്നാമത്തതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? പോയി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ചില ആളുകളുണ്ട്. ആരെന്നറിയോ? വരൻ്റെ സഹോദരി അല്ലെങ്കിൽ വരൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരൊക്കെ ഫോൺ നമ്പർ കൊടുക്കുക ആ പെൺകുട്ടിൻ്റെ, എന്നിട്ട് ഇവർ പിന്നങ്ങോട്ട് വിളിക്കുകയാണ്. ഹലാലല്ല ഇത്, എന്നിട്ട് പോലും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കാണുന്നു, സംസാരിക്കുന്നു, പലയിടങ്ങളിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ പലതും സംഭവിച്ച് എത്ര ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തതാണ് കേട്ടോ. ഇനി രണ്ടാം തവണ പോകുന്നുണ്ടെങ്കിൽ 5നും 10നും ഇടയിലുള്ള ആളുകളിൽ പരിമിതപ്പെടുത്തുക. ധൂർത്തും അനാചാരവും ഒഴിവാക്കുക. 3. വരനും വധുവും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവരം കമ്മിറ്റിയെ അറിയിക്കേണ്ടതുണ്ട്. വധുവരന്മാരുടെ രക്ഷിതാക്കളുടെ കോണ്ടാക്റ്റ് നമ്പർ കമ്മിറ്റി വശം നൽകേണ്ടതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ കൊണ്ടുവന്നാൽ എത്ര സുന്ദരമായിരിക്കും. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിക്കാഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കമ്മിറ്റിക്കാരറിയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലാണ് ആ ഒരു മഹലിൻ്റെ കൺട്രോള് പരിപൂർണമായിട്ട് കമ്മിറ്റിക്ക് അവരുടെ കയ്യിൽ കിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഈ നിയമമൊക്കെ പാസ്സാവും, അതൊക്കെ നടക്കൂല്ലേ എന്നുള്ളത്. നടക്കും. ഇത് ഫുള്ളായിട്ടൊന്ന് കേട്ട് നോക്കി നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി 4. നിക്കാഹിന് മുൻപും ശേഷവും അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കൽ, അത് സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കൽ എന്നിവ ഒഴിവാക്കുക. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. വിവാഹത്തിൻ്റെ മുമ്പ് അന്യ പുരുഷന്മാരൊക്കെ കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി 5. വധൂവരന്മാരുടെ കൂടെ വരുന്നവരിൽ ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത യാതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിൽ പറയുന്നത് കളറിങ് സ്പ്രേ, വെടിമരുന്നുകൾ, വാദ്യോപകരണങ്ങൾ എന്നിവ കൊണ്ട് വരാനോ ഉപയോഗിക്കാനോ പാടില്ല എന്ന്. വളരെ നല്ല അംഗീകരിക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പ്രേ, അതുപോലെ തന്നെ പടക്കങ്ങൾ, വാദ്യോപകരണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ കല്യാണം അതിൻ്റെ മട്ടത്തിനാവുമെന്നുള്ളതാണ്. പല ആളുകളും എനിക്കറിയാം എതിരായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതും ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്ന, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മഹല്ല് കമ്മിറ്റി ചെയ്യുന്നത്. 6. വിവാഹ ദിവസത്തിലോ തലേ ദിവസങ്ങളിലോ വീടുകളിൽ ഗാനമേളകൾ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകൾ എന്നിവ നടത്താൻ പാടുള്ളതല്ല. എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ അതേ ഒരു സംഗതി 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നടന്നു. ചെറിയ ഒരു കുട്ടിയാണ് അതിൽ വല്ലാതെ ബുദ്ധിമുട്ടിയത്. 15 മിനിറ്റോളം വലിയ വെടിമരുന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ സൗണ്ടിൻ്റെ ആഘാതം ഉൾക്കൊള്ളാൻ കഴിയാതെ ആ കുട്ടി 15 മിനിറ്റ് വായ തുറന്ന് വെച്ചിങ്ങനെ നിന്നത്രേ. മാതാപിതാക്കൾ പേടിച്ചു പോയി. കാരണം പടച്ച റബ്ബൻ്റെ പൈതൽ മരിച്ചോ എന്നോർത്തിട്ട്. അത്രയും വലിയ സംഗതി. ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പടക്കം അതുപോലെയുള്ള വലിയ വലിയ സൗണ്ടൊക്കെ ഇടുമ്പോൾ അവിടുത്തെ അയൽവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ. നമ്മൾ എന്തിനാണ് ഇങ്ങനൊക്കെ കുടുംബത്തിലിടോ ഇങ്ങനൊക്കെ കല്യാണം നടത്തി കഴിഞ്ഞാൽ തന്നെ ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താ? എത്രത്തോളം നിങ്ങൾ കല്യാണം ചുരുക്കി കഴിക്കുന്നോ അത്രത്തോളം അതിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ഇനി 7.
വിവാഹം പരമാവധി ലളിതമാക്കി നടത്തുക. മഞ്ഞ കല്യാണം, അറബിക് നൈറ്റ്, ക്ലാസ്മേറ്റ് പാർട്ടി തുടങ്ങിയവ ഒഴിവാക്കി വിവാഹം ഒരു ദിവസമാക്കി ചുരുക്കുക. എന്തൊക്കെ ചെലവുകൾ! ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാണ്. മഞ്ഞ കല്യാണം, അതേപോലെ അറബിക് നൈറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ദൂർത്തുകളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക്? അവൻ്റെ അയൽവാസിയിൽ തന്നെ ഉണ്ട് കല്യാണം പോലും നടത്താൻ കഴിയാത്ത എത്രയോ ആളുകൾ. ആ ആളുകളൊക്കെ പെടാപ്പാട് പെടുകയാണ്. ആ സമയത്താണ് ഇവിടെ മഞ്ഞ കല്യാണം, അറബിക് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദൂർത്തുകൾ. ഇവിടെ അതിലൊരു പരിപാടി നടത്തേണ്ട ചെലവ് ആ കുടുംബത്തിന് അവരുടെ മക്കളെ കല്യാണം നടത്താൻ നീ കൊടുത്തു നോക്കാം. അവർക്ക് അത്രമേൽ നിന്നോട് സന്തോഷവും സ്നേഹവും ഉണ്ടാവും. അതിനൊന്നും അളവുകോല് കൊണ്ട് അളക്കാൻ കഴിയൂല. ആ സമയത്താണ് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8ാമത്തത്, വിവാഹ സദ്യക്ക് ക്ഷണിക്കുന്നവരെ മാന്യമായി സൽക്കരിക്കുക. ബൊഫേ സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കുക. 9, വധൂവരന്മാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിക്കാഹ് വളരെ പെട്ടെന്ന് നടത്തുക. പരമാവധി പള്ളിയിൽ വെച്ച് തന്നെ നടത്തുക. ഇതൊരു നല്ലൊരു അഭിപ്രായമാണ്. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കഴിയട്ടെ. ഈ 2 കൊല്ലം ഇവർ തമ്മിൽ ഫോൺ വിളിയാണ്. തനിച്ച ഹറാമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. മാ ഒന്നിനെ നബത്ത മുളപ്പിച്ചിരിക്കുന്നു ഫിൽ ഹറാമി, ഹറാമിലായിട്ട്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകത്തിനോട് അടുത്തതാണ് എന്ന്. ഈ പറഞ്ഞത് ആ സംഗതിയല്ലേ? ഹറാമ് കൊണ്ടല്ലേ ഈ ഒരു ബന്ധം തന്നെ ഇങ്ങനെ തുടങ്ങുന്നത്? അത് നരകത്തിനോട് അടുത്തതാണ് എന്നാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ഗൗരവമുള്ളതാണ് എന്ന്. അതുകൊണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം കല്യാണം കിട്ടി നടത്ത്. പിന്നെ അവർ വിളിച്ചോട്ടെ, അവരുടെ ലോകമാണ്. പിന്നെ നമ്മൾ അതിനൊരു വഴി ഒരുക്കി കൊടുക്കുക, അല്ലാതെ ഹറാമ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയല്ല വേണ്ടത്. 10, നിക്കാഹ് സമയനിഷ്ഠ പാലിച്ച് നടത്തുക. മഹല്ല് സംവിധാനത്തിൽ അംഗീകരിച്ച പ്രമേയം മഹല്ല് നിവാസികൾ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ മഹല്ലിൽ നടത്തി കഴിഞ്ഞാൽ അതിനാരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്യുമെന്നല്ലേ? മൈൻഡ് ചെയ്യും. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ മഹല്ലിൽ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് പറയുന്നത്? മഹല്ല് സംഗമത്തിൽ അംഗീകരിച്ച പ്രമേയം മഹല്ല് നിവാസികൾ പാലിക്കേണ്ടതും അതിന് വിരുദ്ധമായി നടക്കുന്ന വിവാഹങ്ങളും മഹല്ല് നിവാസികൾ ബഹിഷ്കരിക്കേണ്ടതുമാണ്. അത്തരം വിവാഹത്തിന് മഹല്ല് കമ്മിറ്റി NOC നൽകുകയോ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുകയോ ചെയ്യുന്നതല്ല. ഈ ഒരൊറ്റ കാര്യം മതി. എല്ലാവരും വരച്ച വരയിൽ നിൽക്കും. മഹല്ലിൻ്റെ ആ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. എല്ലാ പേക്കൂത്തുകളും നടത്തും. മഹല്ല് നിവാസികൾ ഇഞ്ഞിട്ട്, മഹല്ല് കമ്മിറ്റിക്കാരിഞ്ഞിട്ട് അതിലൊപ്പം വെച്ച് കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ആളുകൾ നന്നാവുക? നിങ്ങൾ തീരുമാനം എടുക്കണം. അതിന് മഹല്ലിൻ്റെ കൺട്രോൾ എന്ന അവരെ നിങ്ങളുടെ കയ്യിൽ പിടിക്കണം, കിട്ടണം അവരെ. എന്നാൽ നടക്കും. പല ദൂർത്തുകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. എന്നാൽ തന്നെ പല കുടുംബങ്ങളിലും സമാധാനങ്ങളും നിലനിൽക്കും. പല ബന്ധങ്ങളും വിവാഹത്തിൻ്റെ അന്ന് തന്നെ മുറിച്ച് കളയേണ്ട ആവശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.